ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ടവർക്കും എ ആൻഡ് ബി വേൾഡ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ അന്ന് നട്ട നമ്മുടെ കുഞ്ഞൻ ചീര, ചുമല ചീര അതേ വിളവെടുത്തു. ഞാനിന്നങ്ങ് വിളവെടുത്തു. ആയൊന്നുമില്ല ശരിക്കും അത് നുള്ളാനായിട്ട്. എന്നാലും ഞാൻ കരുതി ഞാനും ബിജിയും നമ്മുടെ ക്രിസ്മസിൻ്റെ ഒരുക്കമായിട്ടുള്ള നോയമ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, നോമ്പിലാണ്. അപ്പം രാവിലെ എന്തെങ്കിലും ഒരു ഡിഷ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പോയി ഞാനിന്നങ്ങ് നുള്ളിയെടുത്തു കുറച്ച്. ഇത്രയുമാണ് ഞാൻ എടുത്തത്, ഒരുപാടൊന്നും എടുത്തില്ല, കുറച്ച് മാത്രം. നമുക്കിനി ഇതൊന്ന് കഴുകിയെടുക്കാം. ഇന്ന് നമ്മുടെ അവോക്കാഡോ ചലഞ്ചിൻ്റെ 4ാമത്തെ വീഡിയോയാണ് കേട്ടോ. അവോക്കാഡോ വെച്ചിട്ട് ഇന്നൊരു ചപ്പാത്തിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇതെല്ലാം ഞാൻ എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ പറിച്ചെടുത്തുകൊണ്ട് വന്ന് ചീരയില വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ അവോക്കാഡോ എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 വെളുത്തുള്ളി, പിന്നെ ഗോതമ്പ് പൊടി, പിന്നെ ബട്ടർ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചില്ലി ഫ്ലേക്സും ഉണ്ട്. പിന്നെ കുറച്ച് സോൾട്ടും കൂടെ വേണം കേട്ടോ. നമുക്ക് അവോക്കാഡോയുടെ ഉള്ളിലുള്ള മാംസളമായ ഭാഗം നമുക്ക് ഒരു ബൗളിലേക്ക് എടുത്ത് മാറ്റാം കേട്ടോ. അതിലേക്ക് നമുക്ക് നമ്മുടെ വെളുത്തുള്ളിയുടെ പേസ്റ്റാക്കി നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചീര നമുക്ക് നല്ല കുനുകുനയായി നമുക്ക് അരിഞ്ഞു കൊടുക്കാവേ. തീരെ കുഞ്ഞാക്കി നമുക്ക് അരിയാം. എന്നിട്ട് അത് നമുക്ക് അവോക്കാഡോയും ഗാർലിക്കും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബൗളിനകത്തേക്ക് ഇട്ട് കൊടുക്കാവേ. കുറച്ച് സോൾട്ടും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചില്ലി ഫ്ലേക്സും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയും നമുക്ക് നമ്മുടെ കൈ വെച്ച് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. അവോക്കാഡോയൊക്കെ നന്നായിട്ടൊന്ന് പേസ്റ്റായി കിട്ടുന്ന പരുവത്തിന് നമുക്ക് നന്നായിട്ട് കൈ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് നമ്മുടെ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ നന്നായിട്ട് നല്ല മയം വരുന്ന പരുവത്തിന് നമുക്ക് കുഴച്ചെടുക്കാവേ. ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് 1 മണിക്കൂറത്തേന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ ചപ്പാത്തിക്ക് ഉരുള എടുക്കുന്നത് പോലെ എല്ലാം ഒരേ മുഴുപ്പിലെടുത്ത് നമുക്ക് കനം കുറച്ച് പരത്തിയെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ചപ്പാത്തി ചുടുന്ന പോലെ തന്നെ 2 സൈഡും തിരിച്ചു മറിച്ചു വിട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കാം. നമുക്ക് ബട്ടറൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ എന്ത് കൂട്ടി കഴിക്കുമെന്ന് ചിന്തിച്ചപ്പോഴാണ് ഞാൻ ഓർത്തന്നാൽ ഇത്തിരി കോക്കനട്ട് മിൽക്ക് വെച്ചിട്ട് ഒരു ചട്നി പോലെ ആക്കാമെന്ന്. നമ്മുടെ സാധാരണ വറ്റൽമുളകൊക്കെ വറുത്തിട്ട് കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് ഞാനൊരു ചട്നി ആക്കി എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് രണ്ടും കൂടെ കഴിക്കാനായിട്ട് നല്ല സൂപ്പറാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ, സീ യു.